ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹോം ഡെക്കോ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സെൻറ്റർ ടേബിൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്പേസിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ വർക്കിനൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ മെയിനായിട്ട് ഇവിടെ ഒരു ഖുർആൻ കോർണറാണ് ഇപ്പോൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വൈറ്റ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മളൊരു ടേബിൾ മാറ്റ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അനുസരിച്ചിട്ട് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു വീഡിയോയിലും നമ്മൾ മാക്സിമം DIYs യൂസ് ചെയ്തിട്ടാണ് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു മാറ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൈൻഡർ എടുത്തിട്ടുണ്ട്, പിന്നെ ഗോൾഡ് ഡസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഷീറ്റിലേക്കൊന്ന് പെയിൻറ്റ് ചെയ്തും കൂടെ എടുക്കാം. ഇത് നമുക്കിഷ്ടമുള്ള ഡിസൈൻ ഇതിലേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് സിമ്പിളായിട്ട് ഒരു സിംഗിൾ പെറ്റലിൻ്റെ ഷേപ്പാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഫ്ലോറൽ ഡിസൈൻ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ കുറേ ടൈം എടുക്കും ഹാൻഡ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുമല്ല, ഒരു ചെറിയ മിനിമൽ ആയിട്ടുള്ളൊരു ഡിസൈനാണ് എനിക്കിതിലേക്ക് വേണ്ടത്. നമ്മളിതിലേക്ക് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ അട്രാക്ഷൻ ഈ ഒരു മാറ്റിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഈ മാറ്റ് ഒന്ന് എൻഹാൻസ് ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഡിസൈനാണ്. ഇതുപോലെ ഒരു സിംഗിൾ പെറ്റൽ സ്കാറ്റേഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഞാനത് ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഫാബ്രിക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് അയൺ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. എന്നാലേ ഉള്ളൂ ആ ഒരു ഷെയ്ഡ് ലോങ് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് പെയിൻറ്റ് ചെയ്തായിരുന്നു. പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ വന്നിട്ടാണ് ബാക്കി അയണിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റായി പെയിൻറ്റ് ചെയ്തു, എന്നിട്ടൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് ലീവ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫാബ്രിക് പെയിൻ്റ് അല്ല, ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആക്രിലിക് പെയിൻറ്റ് ഫാബ്രിക് പെയിൻറ്റിനേക്കാളും കുറച്ചും കൂടെ തിക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെയാണ് അയൺ ചെയ്തെടുക്കുന്നത്. ഒന്നുകിൽ നമ്മൾ റോങ് സൈഡ് വെച്ച് അയൺ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡയറക്റ്റ് ആ ഒരു പെയിൻറ്റിലേക്ക് അയൺ ബോക്സ് വെച്ചിട്ട് ചെയ്യാതിരിക്കുക. ഫസ്റ്റിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് ടൈമൊക്കെ നമുക്ക് വാഷ് ചെയ്തിട്ട് അയൺ ചെയ്യുമ്പോൾ അങ്ങനെ ഡയറക്റ്റ് അയൺ ബോക്സ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പെയിൻറ്റിലേക്ക്. ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ടേബിൾ മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് വേണമെങ്കിൽ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം, അല്ലെങ്കിൽ ടാസലായിട്ട് ബൈൻഡ് ചെയ്തും കൂടെ എടുക്കാവുന്നതാണ്. അതിപ്പോൾ ഞാനിവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ടേബിൾ മാറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് DIY ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് DIY ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ്. പിന്നെ ഒരു ചെറിയൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു പൈപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാർഡ്ബോർഡ് റോളൊക്കെ എടുത്താൽ തന്നെ മതിയാകും. പിന്നെ അതാ ഞാനിതിലേക്ക് ഒരു മൂണിൻ്റെ ഷേപ്പാണ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വിചാരിച്ചിട്ടുള്ളത് നമുക്ക് ഫോം ഷീറ്റ്, ഗോൾഡൻ ഫോം ഷീറ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ലേസാണ് കേട്ടോ ലാസ്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു ഗോൾഡൻ ലേസാണ്. അപ്പോൾ കുറച്ച് കാലം എൻ്റെ കയ്യിലുള്ളൊരു ലേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടുള്ളതൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഷോളിന് വേണ്ടിയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-2.5 വർഷമായിട്ടുണ്ടാവും ഇതെൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു. വന്ന് നോക്കുമ്പോൾ ഇത് ഒരുപാട് ബ്രൈറ്റായി കുത്തി നിൽക്കുന്നൊരു ഗോൾഡ് ആയതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അത് ആ ഒരു ലേസാണ് നമ്മളിവിടെ ഇത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നമുക്കത് ശരിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ വൈറ്റ് കോട്ടനൊക്കെ വെച്ചിട്ട് നമുക്കിത് റാപ്പ് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഞാൻ ഗ്ലൂ ഗണ്ണിൻ്റെ ഹെൽപ്പോടുകൂടി ഇത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ചില വർക്ക് ഉണ്ടാവും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നത്. വെച്ചാൽ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉദ്ദേശിക്കുന്നത് വേറെ ആയിരിക്കും, ചെയ്ത് വരുമ്പോൾ വേറൊരു രീതിയിലേക്ക് മാറും. അങ്ങനെയുള്ളൊരു വർക്കാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു മോണിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പൈപ്പാണ് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നത്. അത് ഞാൻ ആ ഒരു ഗോൾഡൻ ടാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സ് ഒരു സ്റ്റാൻഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പൈപ്പ് ഇതിലേക്കൊന്ന് അതിൻ്റെ ഷേപ്പിലേക്കൊന്ന് ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഫുൾ ന്യൂസ് പേപ്പർ ഒന്ന് നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഈ ഒരു ബോക്സ് നമ്മൾ കവർ ചെയ്തെടുക്കുന്നത് വൈറ്റ് കോട്ടൺ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സ്റ്റിക്ക് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പൈപ്പില്ലേ അത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോട്ടൺ വെച്ചിട്ട് ഫുള്ളായിട്ട് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ആ ഒരു പൈപ്പ് ഒരു സ്റ്റാൻഡ് പർപ്പസാണ്, ഒരു സപ്പോർട്ടിങ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മൂണിന് ബാക്ക് സൈഡ് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൈപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു പൈപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു സ്റ്റാൻഡ് രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൈപ്പും പിന്നെ നമ്മൾ ആ ഒരു മൂണും രണ്ടും കൂടെ വന്നപ്പോൾ ഒരു മാച്ച് ആവാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ ആ ഒരു പൈപ്പ് റിമൂവ് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള ബോക്സിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മിസ് മാച്ച് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഗോൾഡൻ സ്റ്റിക്കും മൂണൊക്കെ എല്ലാം കൂടെ വന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിക്ക് ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മൂണ് ഡയറക്റ്റ് ഇതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ചെയ്തു വന്നപ്പോൾ ചെറിയൊരു സപ്പോർട്ട് ബാക്കിൽ നിന്ന് കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഹോളില്ലേ അതിലേക്ക് ചെറിയൊരു പെന്നിൻ്റെ ക്യാപ്പാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ബാക്ക് സപ്പോർട്ട് ഞാൻ പിന്നെ കൊടുത്തിട്ടുള്ളത്. ആദ്യം ഈ ഒരു രീതിയിലായിരുന്നു വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മാച്ചാവാതെ വന്നപ്പോൾ നെക്സ്റ്റ് ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തത്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ബാക്കിൽ പെന്നിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഹോളിലേക്ക് ഒരു ചെറിയ പെന്നിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കോട്ടൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഞാൻ ഫുള്ള് കോട്ടൺ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ കളറിംഗ് ഒന്നും കാണാത്ത രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഇത് എനിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് 2-3 ദിവസമായിട്ടോ എൻ്റെ ഈ ഒരു തസ്ബീഹ് മാല പൊട്ടിയിട്ട്. അപ്പോൾ ഇത് നേരത്തെ ഉള്ളതാണ്. അപ്പോൾ ഇത് മോളാണ് കേട്ടോ പൊട്ടിച്ചത്. അപ്പോൾ ഇത് ഞാൻ സാധാരണ കട്ടിലിൻ്റെ ആ ഒരു സൈഡില്ലേ അതിലേക്ക് ഹാങ് ചെയ്തിടലാണ് ചെയ്യൽ. അപ്പോൾ അവൾ എനിക്ക് എടുത്തുകൊണ്ടിരാൻ വേണ്ടിയിട്ട് അത് വലിക്കുമ്പോൾ പൊട്ടിപ്പോലാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഞാൻ തന്നെയാണത് അവിടെ വയ്ക്കൽ. അപ്പോൾ അത് ഇത് 2 പ്രാവശ്യം എന്നിട്ട് അത് പൊട്ടിപ്പോയിട്ട് ഞാൻ വേറൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്രീനിൻ്റെ അതും പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് സ്ട്രെങ്ത് ഉള്ള ഒരു ത്രെഡ് വെച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മാല നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നൊരു മാലയാണ് കേട്ടോ. അപ്പോൾ ഇത് മോക്ക് ഗിഫ്റ്റഡ് ആണ്. അപ്പോൾ അവളിത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബീഡ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തസ്ബീഹ് മാല ഒന്ന് ചെയ്തെടുക്കാൻ വിചാരിച്ചു. അത് ഞാൻ ഈ ഒരു തിക്കായിട്ടുള്ള ത്രെഡായിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷെ അത് ഇൻസേർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ നമ്മുടെ സൂചി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ത്രെഡ് തന്നെ ഒരു 4 ലെയർ ത്രെഡാക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഈ ഒരു മാലയൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ബ്രൗൺ അല്ല ഒരു ഷൈനി ഷെയ്ഡില്ലേ അതിൽ വരുന്ന ബേഡ്സാണ് അധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതന്നെ എടുത്തിട്ട് 33 വെച്ചിട്ടുള്ളൊരു തസ്ബീഹ് മാലയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ അത് ഫുൾ 33 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിലേക്ക് ഇതുപോലെയുള്ളൊരു ഐറ്റം ആണല്ലോ നമ്മൾ സാധാരണ തസ്ബീഹ് മാലയിൽ ആ ഒരു ഫിനിഷിങ്ങിൽ കാണുന്ന ഇത്. അപ്പോൾ ഇത് കുറച്ച് പഴയതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ബേഡ്സിലേക്ക് ഇത് മാച്ച് ആവാത്ത പോലെ തോന്നി.
ലാസ്റ്റ് ഞാൻ ഇതിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു ലെങ്ത്തിൽ വരുന്ന ആ ഒരു ഡ്രോപ്പ് ഷേപ്പിൽ വരുന്ന 3 എണ്ണം വെച്ചിട്ടാണ് ആ ഒരു എൻഡ് പോർഷൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തസ്ബീഹ് മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ പിന്നെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഫോം ഷീറ്റാണ്. അപ്പോൾ സിൽവർ ഷെയ്ഡും ഗോൾഡ് ഷെയ്ഡിലുള്ള ഫോം ഷീറ്റാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് മൂണിൻ്റേതും സ്റ്റാറിൻ്റെതും ഷേപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഗോൾഡൻ ടാപ്പൊക്കെ വെച്ചിട്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പൈപ്പില്ലേ, അതും കൂടെ ഇതിലേക്കൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്റ്റാറും മൂണൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് ഫോമിലേക്കാണെന്നൊന്നും ഡിസൈഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു പൈപ്പ് എക്സ്ട്രാ വന്നപ്പോൾ അതിലേക്കൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഞാനവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോർണർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ മാറ്റൊക്കെ ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട്. നീറ്റ്ലി ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ട്രേ ആണ് കേട്ടോ. അപ്പോൾ ട്രേയിൽ വെച്ചിട്ട് നമ്മൾ സെൻറ്റർ ടേബിൾ ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് ട്രേയിൽ തന്നെ ഓർഗനൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഖുർആൻ കോർണറാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ഖുർആനും കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ട്രേ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള തിക്ക് ഷീറ്റ് ഉണ്ട്, ഗോൾഡൻ കളർ തന്നെ വന്നിട്ടുള്ള ഒരു തിക്ക് ഷീറ്റ്. അപ്പോൾ അതാണ് വെച്ച് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള DIY വർക്കാണ്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ടേബിളിലേക്ക് തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് ഉമ്മാൻ്റെ പഴയ ലാമ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ഇയർ ഞാനിതൊന്ന് പെയിൻ്റൊക്കെ ചെയ്ത് കൊടുത്തായിരുന്നു. ഇപ്പോൾ ഞാനത് റീപെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഗ്ലാസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഗോൾഡൻ സ്പ്രേ പെയിൻറ്റില്ലേ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല മൂണാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്പേസ് നല്ലോണം എൻഹാൻസ് ആയിട്ടുണ്ട് കേട്ടോ. മൂണൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇനി ഒരു കുഞ്ഞ് ലാമ്പുണ്ട്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഖുർആനാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി വന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള തസ്ബീഹ് മാല അതിൻ്റെ ഒപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മുടെ സ്റ്റാർസ് ആൻഡ് മൂൺസ് ഒക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു വാളിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലാമ്പും സ്ട്രിങ് ലൈറ്റൊക്കെ ലൈറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഖുർആൻ കോർണറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു പ്ലേസാണ് കേട്ടോ ഖുർആനൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലേസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ഓരോ പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ടല്ലോ ഖുർആൻ. അപ്പോൾ ആ ഒരു പ്ലേസ് ഒന്ന് എൻഹാൻസ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് ഏരിയ മതി, ഒരു ചെറിയ ടേബിളിൽ നമുക്കിങ്ങനെയൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ചെറിയ സ്പേസിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ലിവിങ് റൂമിൻ്റെ ഒരു ചെറിയ കോർണറിലാണ് കേട്ടോ ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് സാധാരണ ഒരു സെൻറ്റർ ടേബിൾ ഡിസൈൻ ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലിവിങ് റൂമിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്പേസ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഒരു പ്രൈവസി ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് നമ്മുടെ ബെഡ്റൂംസിൻ്റെ ഒരു ചെറിയ കോർണറൊക്കെ ഇതുപോലെ ചെറിയ ടേബിളൊക്കെ വെച്ചിട്ട് അവിടെയും സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളെവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള എവിടെ വേണമെങ്കിലും ഈ ഒരു ചെറിയൊരു ടേബിളൊന്ന് വെച്ച് ആ ഒരു ഏരിയ സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ്ലി നമ്മുടെ ഈ ഒരു സ്മെല്ലൊന്ന് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യം തന്നെയാണ്, നല്ലൊരു സ്മെല്ല് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതും കൂടെ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഖുർആൻ കോർണറിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.